ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പേരാട്ടോ പറയുക. വിഷു കഞ്ഞി, വിഷു പായസം അങ്ങനെയൊക്കെ പറയുന്ന പല സ്ഥലങ്ങളിൽ. അപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഈ വിഷുക്കഞ്ഞി എന്ന് പറയുന്നത് നമ്മൾ വിഷുവിൻ്റെ അന്ന് രാവിലെ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റെസിപ്പിയാണ്. ഇത് പല സ്ഥലങ്ങളിലും പല റെസിപ്പീസാട്ടോ. ഇപ്പം തൃശ്ശൂർ ഭാഗത്തൊക്കെ വിഷുക്കട്ട എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള ഇടങ്ങളിൽ എന്തൊക്കെയാണ് റെസിപ്പീസ് എന്നറിയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഷുക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞിക്ക് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഉണക്കലരിയാണ്. ഉണക്കലരി ഞാൻ 1 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 1 കപ്പ് ഉണക്കലരി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതേ ഇരട്ടി അളവിനാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പയറെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 കപ്പ് പയറാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾ വറുത്തിട്ടാണ് വെക്കുന്നതെങ്കിൽ, സാധാരണ നെയ്യിൽ വറുത്തിട്ട് ചിലർ വെക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ തലേ ദിവസം തന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് അങ്ങനെയല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഞാൻ പയർ നന്നായിട്ട് നമുക്കൊരു 3-4 പ്രാവശ്യം വൃത്തിയായിട്ട് കഴുകാം കേട്ടോ. അതിലിങ്ങനെ പൊട്ട പയറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിങ്ങനെ കഴുകുമ്പോഴേക്കും നമുക്കത് മാറ്റാം. ഇനി പയർ കഴുകി അവിടെ വെക്കാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തേങ്ങാപ്പാലാണ്. അപ്പം ഞാനിവിടെ 3 തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട്. ഇതിൽ 1-ാം പാല് 2-ാം പാല് ഇങ്ങനെയാണ് അത് മാറ്റി വെച്ചിട്ട്. ഈ കാണിക്കുന്നത് 2-ാം പാലാണ്. അത് കുറച്ച് തിക്നെസ് കുറവാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാല് പിഴിയുമ്പോൾ കുറച്ച് വെള്ളത്തിൽ പിഴിയുക. എന്നിട്ട് അതിൽ ആ വരുന്ന കട്ടിയായ പാൽ, ഇത് 1-ാം പാലാണ്, അത് ആദ്യം നമുക്ക് മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന ആ തേങ്ങയിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു 1.5 ലിറ്റർ, അപ്പം നമുക്ക് എത്ര അളവാണോ വേണ്ടത് അത്രയും അളവിൽ നമുക്കത് പിഴിഞ്ഞവിടെ മാറ്റി വയ്ക്കാം. ഞാനിവിടെ പയർ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുക്കറിൽ വെച്ചാണ് വേവിക്കുന്നത്. ഞാൻ ഈ പാത്രത്തിൽ കാണിക്കുന്നു എന്നുള്ളൂ. അപ്പോൾ 1/2 ലിറ്റർ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, ഈ ഒരു പാകത്തിലായിരിക്കണം കിട്ടേണ്ടത്. ഒത്തിരി അങ്ങോട്ട് വെന്ത് പോരുത്. ഇതിപ്പോൾ വെന്ത് പൊട്ടാനായിട്ട് പോകുന്ന ഒരു പാകമാണ്. ഈ ഒരു പാകത്തിനെടുത്താൽ മാത്രമേ നമ്മുടെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർന്ന് കുക്കായി വരുമ്പോൾ അത് നമ്മളെ കറക്റ്റ് പാകത്തിന് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഞാൻ 3 വിസിലും കേൾപ്പിച്ചപ്പോഴേക്കും ഇത്രയും നല്ല രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ പയറിൻ്റെ വേവ് അനുസരിച്ചിട്ട് വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിവിടെ റെഡിയാക്കി നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 500 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതൊന്ന് നന്നായിട്ട് പൊടിച്ചിട്ട് വേണം നിങ്ങളൊരു പാത്രത്തിലേക്ക് ആക്കാൻ. നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ച് എടുക്കണം. മീഡിയം ഫ്ലെയിം ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കണം. കാരണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് അടി പിടിക്കും, അതുപോലെ തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അടുപ്പിലാണോ ഗ്യാസിലാണോ വെച്ച് കൊടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കണം, ലോ ഫ്ലെയിമിൽ വെച്ച്. ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്, ശർക്കര പാനി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ ഒന്ന് നോക്കാം അതിനടിയിൽ ഇങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഞാനത് പാനിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. ഇത് തണുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ അതിൻ്റെ അടിയിലുള്ളത് തന്നെ വീണ്ടും കട്ടയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അതിനകത്തോട്ട് മിക്സ് ആയിക്കോളും. ഇനി നമുക്കൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതിനകത്തുള്ള ആ എല്ലാ വേസ്റ്റും ആ അരിപ്പയിൽ നിൽക്കും. ബാക്കി ആ ലിക്വിഡായിട്ടുള്ള എല്ലാം നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാം. അങ്ങനെ ഞാൻ അത് അരിച്ച് ഇവിടെ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അരിപ്പയിൽ അരിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് കുറേ വേസ്റ്റസ്, അതിനകത്ത് ഉണ്ടാകുന്ന ഈ ശർക്കരയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അരിപ്പയിൽ കിട്ടും. അതുപോലെ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് അരിപ്പയിൽ കിട്ടും. അങ്ങനെ ഞാനിവിടെ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഒത്തിരി ലൂസ് അല്ലാത്ത രീതിയിൽ നല്ല കട്ടിയായിട്ടുള്ള ഒരു ശർക്കര പാനിയാണ്. ഇത് കരിഞ്ഞൊന്നും പോകാതെ വളരെ ശ്രദ്ധയോട് വേണം നമ്മളിത് റെഡിയാക്കാൻ. ഇനി നമുക്കത് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന അരിയാണ്. അപ്പോൾ നമ്മൾ 1 കപ്പ് അരി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കലരിയാണ്. ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം ഞാൻ കഴുകിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് പാകം ചെയ്യുന്നതിന് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്.
ആ ഉരുളിയുടെ അകത്ത് നമുക്ക് കഴുകി വൃത്തിയായ ഈ അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ 2ാം പാല്, തേങ്ങാപ്പാലാണ്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾ ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. മീഡിയം ഫ്ലെയിം ആണെങ്കിൽ അത് അവിടെ ഇരുന്നുകൊണ്ട് വെന്തോളും. നമുക്ക് ജസ്റ്റ് ഇടയ്ക്കൊന്ന് നമുക്ക് അതൊന്ന് ഇളക്കി നന്നായിട്ട് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് വേകും. ഈ അരി ഉണക്കലരി ആയതുകൊണ്ട് പെട്ടെന്ന് വേകും. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ പാകം ചെയ്ത് വെച്ചിരുന്ന പയറ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടെ നമുക്ക് ആ തേങ്ങാപ്പാൽ കുറവാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ കൂടെ നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പം ഏകദേശം നല്ല രീതിയിലൊക്കെ വെന്ത് നല്ല രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനി നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വീണ്ടും നമുക്കതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന അരിയും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുക്ക് മുന്നേ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് കിട്ടാൻ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനതിൻ്റെ വേവ് പാകമൊക്കെ നോക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന 1ാം പാല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വളരെ ശ്രദ്ധിക്കണം, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ വിഷുവിന് സദ്യ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ കണി ഒരുക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കും. അന്ന് നമുക്ക് സദ്യയായിരിക്കും. അപ്പോൾ വിഷുക്കഞ്ഞി ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ വിഷുക്കഞ്ഞി എന്ന് പറയുന്നത്. നമ്മുടെ കഞ്ഞി നല്ല അടിപൊളിയായിട്ട് റെഡിയായി വരുന്നുണ്ട്. എന്നിട്ട് അതൊരു നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ പായസം അവിടെ ഇരുന്ന് സെറ്റ് ആവട്ടെ. അപ്പം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും അതുപോലെ ഉണങ്ങിയ തേങ്ങയൊക്കെ വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പം നമുക്ക് അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് ഉണക്ക തേങ്ങയാണ് കേട്ടോ, ഉണങ്ങിയ തേങ്ങയാണ് നമ്മളിതിന് എടുക്കുന്നത്. ആ തേങ്ങ നന്നായിട്ട് ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ഗോൾഡൻ നിറമാകുമ്പോഴേക്കും നമുക്കത് കറക്റ്റായിട്ട് അത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നട്ട്സ് ആണ്. അതിനുശേഷം ഞാൻ അതും നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന ഒരു ഗോൾഡൻ കളർ ആയപ്പോഴേക്കും ഞാനത് ആ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ വേണ്ടതാണ് മുന്തിരിയാണ്, കറുത്ത മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കും. കറുത്ത മുന്തിരി ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ആ ബ്ലാക്ക് ഇങ്ങനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിസ്മിസ് യൂസ് ചെയ്യുക. ഇപ്പം നമ്മുടെ പായസം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നല്ല കുറുകിയ രീതിയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരുന്ന നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ജീരകവും കുറച്ച് ഏലക്കയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ പ്രധാനപ്പെട്ട ഐറ്റമായ വിഷുക്കഞ്ഞി അല്ലെങ്കിൽ വിഷു പായസം ഇവിടെ വളരെ എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് റെഡിയാക്കി വെക്കാം. ഒരു 15 മിനിറ്റ് കൊണ്ട്, ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിലൊരു വിഷു പായസം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പയറൊക്കെ നെയ്യിൽ വറുത്ത് വെച്ചാൽ ഒത്തിരിയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തലേദിവസം തന്നെ പയർ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല പയർ പിന്നീട് നമുക്ക് കഴുകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ വിഷുവിന് എന്തൊക്കെയാണ് ഇതുപോലുള്ള റെസിപ്പീസ്, ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇനി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന്
ഇനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ പായസം റെഡിയാക്കി വെച്ച് സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോഴേക്കും പപ്പടം വറുത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിലും പപ്പടം വറുത്ത് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഹാപ്പി വിഷു. താങ്ക്സ് ഫോർ വാച്ചിങ്.